നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ഭൂജല ബോർഡ് കേരള മേഖലാ വിഭാഗം സംഘടിപ്പിച്ച ശില്പശാല സമാപിച്ചു. കാസർകോട്ടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ ശില്പശാലയ്ക്ക് സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കിസാൻ സംഘർഷ് ജാഥയ്ക്ക് 14-ന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകും. ഏക സിവിൽ കോഡ് നീക്കത്തിനെതിരെ കാഞ്ഞങ്ങാട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി രംഗത്ത്. നവംബർ 14-ന് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. അഖിലേന്ത്യാ കേരള യാദവ സഭ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കൺവെൻഷൻ പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നീലേശ്വരം രാജാസ് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും കൈകോർത്തു. കാടുമൂടിക്കിടന്ന ഇക്ബാൽ റോഡിന് ശാപമോക്ഷം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ഭൂജല ബോർഡ് കേരള മേഖലാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല സമാപിച്ചു. അതിരൂക്ഷമായ വരൾച്ച നേരിടുന്ന ജില്ലകളിൽ ഒന്നായ കാസർകോട്ടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ ശില്പശാലയ്ക്ക് സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ജലത്തെ സംരക്ഷിക്കാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വിപ്ലവം നടത്തേണ്ടിയും ബാധകനാണ്. വി കുഞ്ഞമ്പു അധ്യക്ഷനായി. കെ ബാലകൃഷ്ണൻ, വി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്ത് അംഗങ്ങൾ, CDS പ്രതിനിധികൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ശനിയാഴ്ച നടന്ന സമാപന സമ്മേളനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂക്ഷമായ വരൾച്ച നേരിടുന്ന ജില്ലകളിലൊന്നായ കാസർഗോട്ടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 2 ദിവസത്തെ ഈ ശില്പശാലയ്ക്ക് സാധിക്കുമെന്ന് മന്ത്രി ചന്ദ്രശേഖരൻ പറഞ്ഞു. നഗരപ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. എന്നാൽ നമ്മുടെ ആളുകൾ വെള്ളം ഉപയോഗിക്കുന്നതാണെങ്കിൽ അനിയന്ത്രിതമായിട്ടാണ്. ചില ആളുകൾക്ക് വെള്ളം എങ്ങനെയും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇവരൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ്. ഭൂമിമാഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം വലിയ വിദഗ്ധരാണ്. എനിക്ക് ആ വൈദഗ്ധ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒന്നറിയാം, ഭൂമിയിൽ കണ്ടമാനം വളരെ കുടിച്ചാൽ വെള്ളം ഓടി കിട്ടില്ല. അവരെ ഭൂഗർഭ ജലം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എടുക്കുന്നതിന്റെ ഉപരിതലയല്ലാതെ 100 അടി വേണ്ടി കുഴിച്ചിട്ട് വെള്ളം കെട്ടിന്ന് പറയാം. പിന്നെ ഇതിന്റെ സമ്മർദ്ദത്തിൽ ഇതിന്റെ ഇടിച്ച് കുഴിച്ച് മാറ്റുന്ന സമയം എന്റെ ഒരു ധാരണ എന്താ പറഞ്ഞാൽ ഇതിന്റെ നീതി ഉറവുകളെല്ലാം വഴി തെറ്റ് സഞ്ചരിക്കാനുള്ള ഇടം വരുന്നു. പലപ്പോഴും അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ. ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർ വി കുഞ്ഞമ്പു, ഡോക്ടർ പി ഹരിനാരായണൻ, ശാസ്ത്രജ്ഞൻ കെ ബാലകൃഷ്ണൻ, വി സുകുമാരൻ നായർ, പ്രൊഫസർ ഗോപിനാഥൻ, ഡോക്ടർ എം വിനയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏക സിവിൽ കോഡ് നീക്കത്തിനെതിരെ കാഞ്ഞങ്ങാട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. നവംബർ 14-ന് നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു.
ഏക സിവിൽ കോഡ് നീക്കത്തിനെതിരെ കാഞ്ഞങ്ങാട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. പുതിയകോട്ട മഖാം സിയാറത്തോടു കൂടിയാണ് റാലി ആരംഭിക്കുന്നത്. തെക്കേപ്പുറത്ത് റാലി സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ട്രഷറർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് മണ്ഡലം വക കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14, 11, 16 പുതിയകോട്ട മക്കാം പരിസരത്ത് നിന്ന് പുറപ്പെടുന്ന ശരീഅത്ത് സംരക്ഷണ റാലി മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനാവും. SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഷ്റഫ്, സി മുഹമ്മദ് കുഞ്ഞി, മുബാറക് ഹസൈനാർ ഹാജി, അബൂബക്കർ മാസ്റ്റർ, ഷറഫുദ്ദീൻ, പി ഇസ്മായിൽ, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കിസാൻ സംഘർഷ് ജാഥയ്ക്ക് കന്യാകുമാരിയിൽ നിന്നും തുടക്കമായി. ജാഥയ്ക്ക് നവംബർ 14 കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകും. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിലാണ് കിസാൻ സംഘർഷ് ജാഥ നടക്കുന്നത്. കർഷകരും കാർഷിക മേഖലയും നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ജാഥ സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നവംബർ 14 കാഞ്ഞങ്ങാട്ടെത്തുന്ന ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നവംബർ 24 നടക്കുന്ന റാലിയോടെ കിസാൻ സംഘർഷ് ജാഥയ്ക്ക് സമാപനമാവും. 14 കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ ജാഥാംഗങ്ങൾ സംസാരിക്കും. സമാപനത്തിന് ശേഷം ജാഥ മംഗലാപുരത്തേക്ക് പ്രയാണം തുടങ്ങും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CH കുഞ്ഞമ്പു, പ്രസിഡന്റ് P ജനാർദ്ദനൻ, ചെയർമാൻ A കൃഷ്ണൻ, കൺവീനർ മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 32ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ U ശേഖരൻ നായർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് MC ജോസ്, ബാലകൃഷ്ണ വോർക്കടലു, PK ഫൈസൽ, KP പ്രകാശൻ, DV ബാലകൃഷ്ണൻ, M അസൈനാർ, PV സുരേഷ്, M രാധാകൃഷ്ണൻ നായർ, M കുഞ്ഞികൃഷ്ണൻ, TV ഗംഗാധരൻ, പാലേരി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ V കൃഷ്ണൻ സ്വാഗതവും ട്രഷറർ PC സുരേന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലായിരുന്നു ക്യാമ്പ് നടന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജില്ലാ സംഘടനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻപന്തിയിൽ കേരളത്തിലെ ഗസറ്റ് ഓഫീസർമാർ ഉണ്ടാകണമെന്ന കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. പുതിയ ഈ വർത്തമാന സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപനം. ഞാൻ കൂടുതൽ സമയത്ത് പറയാം. അഴിമതിരഹിത, വികസിത, മതനിരപേക്ഷ കേരളം, ഇതാണ് കേരള ഗവൺമെൻറ് ലക്ഷ്യം. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. 30 ദിന കർമ്മ പരിപാടി മുന്നിൽ വെച്ചിട്ടാണ് പ്രവർത്തനം. അപ്പോൾ ആ പ്രവർത്തനം ഫലപ്രദമായി നടപ്പാക്കാൻ, കാര്യക്ഷമമായി നടപ്പാക്കാൻ ബാധ്യപ്പെട്ടതെന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ രാജശേഖരൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് V സുരേഷൻ, KM തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ബാങ്കിൽ പണം മാറാൻ വരുന്നവർക്ക് സഹായവുമായി ആനന്ദാശ്രമം ലയൺസ് ക്ലബ് പ്രവർത്തകർ. ബാങ്കിൽ പണം മാറാൻ വരുന്നവർക്ക് സഹായവുമായി ആനന്ദാശ്രമം ലയൺസ് ക്ലബ് പ്രവർത്തകർ. മാവുങ്കാലിലെ ഗ്രാമീൺ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കിലേക്ക് 1000 രൂപയുടെയും 500 രൂപയുടെയും പഴയ നോട്ടുകൾ മാറാൻ വരുന്നവർക്കാണ് മാവുങ്കാൽ ലയൺസ് ക്ലബ് പ്രവർത്തകരുടെ സഹായം തുണയായത്. പണം മാറുന്നവർക്ക് RBIയുടെ പ്രത്യേകം ഫോറത്തിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇത് പൂരിപ്പിക്കാൻ അറിയാത്തവർക്ക് ഇവരുടെ സേവനം ഗുണകരമായി.
ആനന്ദാശ്രമം ലയൺസ് ക്ലബ് പ്രവർത്തകരായ ജയരാജൻ, തങ്കരാജൻ, ബാബു, സുഗതൻ, സത്യൻ, വേണു, രാജൻ, സതീശൻ, അച്യുതൻ, ജഗദീശൻ, നാരായണൻ, രാജു, ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. 63ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നവംബർ 14 തിങ്കളാഴ്ച കാഞ്ഞങ്ങാട്ട് നടക്കും. നഗരത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സഹകരണ പ്രസ്ഥാനം അതിന്റെ അത്യുന്നതിയിൽ നിൽക്കുമ്പോൾ ഇതാ 63ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മുതൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ അവർകളാണ് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കുന്ന സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നവംബർ 14 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ഉദുമ എംഎൽഎ കെ കുഞ്ഞിരാമൻ അധ്യക്ഷനാവും. തൃക്കരിപ്പൂർ എംഎൽഎ എം രാജഗോപാലൻ മുഖ്യാതിഥിയായിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സെമിനാർ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സഹകരണ സംഘം ജീവനക്കാർ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറും. പരിപാടിയിൽ ജില്ലയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 400-ൽ പരം പ്രതിനിധികൾ സംബന്ധിക്കും. അഖില കേരള യാദവ സഭ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. പെരിയ സുരഭി ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടന്നത്. യാദവ സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ്. എൻ്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് കരിന്തളം വെച്ചിട്ടാണ് ഈ സംസ്ഥാന അവാർഡുകൾ നൽകുന്ന വേദി സംഘടിപ്പിച്ചത്. അന്ന് ഞാനും അതൊരു വിതരണക്കാരൻ നമ്മുടെ LD ഞാനൊരു ഉദ്ഘാടനം കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മുടിയാർ പഞ്ചായത്തിലെ കല്യാണ മണ്ഡലത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് മാത്രമല്ല ഈ അവാർഡ് വാങ്ങാൻ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് പ്രത്യേകതയാണ്. കഴിഞ്ഞ പ്രാവശ്യം 10-70 പേര് ഉണ്ടായിരുന്നെങ്കിൽ ഉദുമ എംഎൽഎ കെ കുഞ്ഞിരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യാദവസഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാരഥി UAE കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ വയലപ്രം നാരായണൻ അധ്യക്ഷനായി. പിന്നോക്ക സമുദായ വികസന വകുപ്പ് സ്ഥാപക ഡയറക്ടർ VR ജോഷി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ കല്യോട്ട് ക്ഷേത്രകഴകം സ്ഥാനികരെ ആദരിച്ചു. സത്യനാരായണൻ കൂരാംകര സ്വാഗതവും P ലക്ഷ്മി നന്ദിയും പറഞ്ഞു. നീലേശ്വരം രാജാ റോഡിന്റെ വികസനം രൂപരേഖ തയ്യാറാക്കാനുള്ള നടപടികൾ തുടങ്ങി. നടപ്പാതയടക്കം 18 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനാണ് ഉദ്ദേശം. തുടർ നടപടി വിശദമായ സർവേക്ക് ശേഷം. മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ പോസ്റ്റ് ഓഫീസിനും മുൻവശം വരെയുള്ള 1200 മീറ്റർ റോഡാണ് വികസിപ്പിക്കുന്നത്. ഇതിന്റെ ഇരുവശങ്ങളിലും കച്ചവടം നടത്തുന്നവരുടെയും കെട്ടിട ഉടമകളുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ചു. വ്യാപാര ഭവൻ ഹാളിൽ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം വിളിച്ചു ചേർത്തു. തുടർന്നായിരുന്നു തീരുമാനമുണ്ടായത്. 18 മീറ്റർ വീതിയിൽ നടപ്പാതയോടുകൂടിയുള്ള റോഡാണ് നിർമ്മിക്കുന്നത്. ഇതിനായി രാജാ റോഡ് കെട്ടിട ഉടമകളുടെയും വ്യാപാരി സംഘടനകളുടെയും പ്രതിനിധികളുടെയും കൌൺസിലർമാരുടെയും സബ് കമ്മിറ്റി രൂപീകരിക്കും. അലൈൻമെന്റ് പൂർത്തിയായാൽ വീണ്ടും മുഴുവൻ സംഘടനകളുടെയും യോഗം ചേർന്ന് നഗരവികസനത്തിന്റെ രൂപരേഖ തയ്യാറാക്കാനാണ് തീരുമാനം. യോഗത്തിൽ സ്ഥലം നഷ്ടമാകുന്ന കച്ചവടക്കാരും കെട്ടിട ഉടമകളും ആശങ്കകൾ അറിയിച്ചിരുന്നു. ഇതിനു പരിഹാരം കാണാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. JCI മേഖലാ വാർഷിക കോൺഫറൻസിന് തുടക്കമായി. കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. അന്താരാഷ്ട്ര സംഘടന സർവ്വദേശീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ
നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ നന്മകൾ ചെയ്യുന്നു. മനുഷ്യകുലത്തിന് ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. നമ്മുടെ രാജ്യത്ത് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 65 വർഷത്തിലധികമാവും. 49 65 വർഷത്തിലധികമാവും. നമ്മുടെ രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് നാട്ടിന് ഗുണം ചെയ്യുന്ന യുവത്വത്തിന് ഭൂമുഖത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രശ്നം. ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും കരുത്താർന്ന ശക്തി യുവത്വമാണ്. മേഖലാ പ്രസിഡന്റ് അബ്ദുൾ മഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു. എന്നെ നെല്ലിക്കുന്ന എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു. JCI മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV വാമൻകുമാർ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഫാത്തിമ ഇബ്രാഹിം, JCI മുൻ വേൾഡ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലീം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഫറൻസ് ഞായറാഴ്ച സമാപിക്കും. കാടുമൂടിക്കിടന്ന ഇക്ബാൽ റോഡ് ശുചീകരിക്കാൻ രംഗത്തിറങ്ങി സ്ത്രീ കൂട്ടായ്മ. അജാനൂർ പഞ്ചായത്തിലെ 15, 16 വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് റോഡ് ശുചീകരിക്കാൻ രംഗത്തിറങ്ങിയത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 15, 16 വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് റോഡ് ശുചീകരിച്ചത്. നവംബർ 14-ന് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ഭാഗമായാണ് കാടുമൂടിക്കിടക്കുന്ന ഇക്ബാൽ റോഡ് ശുചീകരിക്കാൻ ഇവർ രംഗത്തിറങ്ങിയത്. 15, 16 വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ നാട്ടുകാരും തൊഴിലുറപ്പിന്റെ തൊഴിലാളികളും കൂടി ഇക്ബാൽ ഹൈസ്കൂൾ ബേക്കൽ സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി നമ്മുടെ വാർഡുകളിലുള്ള മുഴുവൻ റോഡുകളും വൃത്തിയാക്കുക എന്ന ലക്ഷ്യം വഹിച്ചാണ് ഇന്ന് ഈ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പർ കുഞ്ഞാമിന സി, ADS മെമ്പർ കുഞ്ഞാമിന പി, CDS മെമ്പർ ഷീബ, ഇട്ടമ്മൽ അംഗൻവാടി ടീച്ചർ ജയലക്ഷ്മി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റോഡ് ശുചീകരിച്ചത്. കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിലെ ആനുവൽ അത്ലറ്റിക് മീറ്റ് നടന്നു. വീറും വാശിയോടും കൂടിയായിരുന്നു കായിക മത്സരങ്ങൾ നടന്നത്. ചിന്മയ വിദ്യാലയത്തിലെ ആനുവൽ അത്ലറ്റിക് മീറ്റിൽ കുട്ടികൾ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. കുട്ടികൾ ഒരുമിച്ച് മാർച്ച് പാസ്റ്റ് ഏറെ ശ്രദ്ധേയമായി. ഓരോ കായിക ഇനങ്ങളിലും വീറും വാശിയോടും കൂടിയുള്ള മത്സരങ്ങളായിരുന്നു നടന്നത്. പ്രിൻസിപ്പൽ പ്രതിഭാ സോമസുന്ദരം പതാക ഉയർത്തിയതോടെ കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. വേണുരാജ് നമ്പ്യാർ, ഡോക്ടർ ബൽറാം നമ്പ്യാർ, വർഷ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 7ാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ഒരു നിലയിലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, മത സംഘടനാ നേതാക്കളെയും കമ്മിറ്റികളെയും എല്ലാ വിഭാഗം ജനപ്രതിനിധികളെയും അതോടൊപ്പം നാട്ടിലെ എല്ലാ മേഖലയിൽ പ്രവർത്തിച്ചു ചെയ്യുന്ന സംഘടനകളെയും ഈ പ്രദേശത്തുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും സാമൂഹ്യ മേഖലയിൽ നിന്നുകൊണ്ട് സേവന പ്രവർത്തനത്തിലൂടെ ജീവിതമാർഗം തേടിക്കണ്ടെത്തിയ ഒരു വിഭാഗമാണ് കേരളത്തിലെ വാടക വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ മെമ്പർമാർ. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ 7ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജാഥ ലീഡർ AP ബഷീർ, ചിത്ര രാധാകൃഷ്ണൻ, കോയാമു, പ്രദീപ് കുമാർ, കുഞ്ഞൂഞ്ഞ്, ബാലൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർ മുരളി അധ്യക്ഷനായി. ഖാദി മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ കൂലി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി ജീവിതത്തിന്റെ ഊടും പാവും ചേരുമെന്ന ആശ്വാസത്തിൽ തൊഴിലാളികൾ. സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഇടപെടലുകളാണ് കൂലി വർദ്ധിപ്പിക്കാൻ ഇടയായത്. നിത്യജീവിത ചെലവ് പോലും നിർവഹിക്കാനാകാതെ തുച്ഛവേതനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഖാദി മേഖലയിലെ തൊഴിലാളികൾ. ഏറെ അധ്വാനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള തൊഴിലിന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട MV ബാലകൃഷ്ണൻ മാസ്റ്ററിന്റെ ഇടപെടലിനെ തുടർന്നാണ് അഖിലേന്ത്യാ ഖാദി കമ്മീഷൻ കൂലി വർദ്ധിപ്പിച്ചു നൽകാൻ തീരുമാനിച്ചത്. ജില്ലയിൽ 20 നൂൽനൂൽപ്പ് കേന്ദ്രവും 10 നെയ്ത്തു കേന്ദ്രവുമാണ് പ്രവർത്തിക്കുന്നത്.
കൂലി വർദ്ധിപ്പിച്ചതോടെ തൊഴിലാളികൾ ആവേശത്തിലാണ്. ഒടുവിൽ ഖാദി തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ശരിയായി തുടങ്ങി. നൂൽനൂൽപ്പ് മേഖലയിൽ 60%, തറയി മേഖലയിൽ 40%വുമാണ് കൂലി വർദ്ധിപ്പിച്ചത്. ചുരുങ്ങിയ കൂലിയിൽ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് 10 വർഷത്തിനിടെ നൽകുന്ന ഏറ്റവും വർദ്ധിച്ച നിരക്കാണിത്. നെയ്ത്ത് തൊഴിലാളികൾക്ക് ദിവസേന നൽകിയിരുന്ന കൂടിയ കൂലി 275 രൂപയായിരുന്നു. കൂലി വർദ്ധിപ്പിച്ചതോടെ 400 രൂപയായി. നൂൽനൂൽപ്പ് തൊഴിലാളികൾക്ക് ഒരു കൈ നൂലിന് 3 രൂപ 49 പൈസയായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോഴത് 5 രൂപ 50 പൈസയായി. ഇതോടെ 350 രൂപയെങ്കിലും ഇത്തരത്തിൽ ഒരു ദിവസം നൂൽനൂൽപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കും. വർദ്ധിപ്പിച്ച നിരക്ക് ഒക്ടോബർ 2 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. ജനുവരി മുതൽ എല്ലാ മാസവും കൂലി അതത് മാസം ലഭ്യമാക്കും. പുഞ്ചാവി കടപ്പുറം അയ്യപ്പ ഭജന മന്ദിരത്തിലെ ഛായാചിത്ര പുനഃപ്രതിഷ്ഠാ കർമ്മവും വാർഷികാഘോഷവും ഭജനയും നവംബർ 17 മുതൽ 19 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുഞ്ചാവി കടപ്പുറം അയ്യപ്പ ഭജന മന്ദിരത്തിലെ ഫോട്ടോ പുനഃപ്രതിഷ്ഠാ കർമ്മവും 41ാം വാർഷികാഘോഷവും ഭജനയും നവംബർ 17 മുതൽ 19 വരെ തീയതികളിലായാണ് നടക്കുന്നത്. നവംബർ 17 മെട്രോ മുഹമ്മദ് ഹാജി സ്മരണിക പ്രകാശനം ചെയ്യും. പല്ലവ നാരായണൻ സ്മരണിക പരിചയപ്പെടുത്തും. പി രാമകൃഷ്ണൻ സ്മരണിക ഏറ്റുവാങ്ങും. പരിപാടികളുമാണ് 2016 നവംബർ 16, 17, 18, 19 തീയതിയിൽ നടത്തുന്നത്. 17 രാത്രി കലോത്സവത്തിനും അതിനുശേഷം നടക്കുന്ന ഈ സ്മരണിക പ്രകാശനത്തിൽ അതിൻ്റെ പ്രകാശനം ചെയ്തത് നമ്മുടെ സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് ശ്രീ മെട്രോ മുഹമ്മദ് ഹാജി അവർകളാണ്. പോസ്റ്റ് ഇൻസ്പെക്ടർ CK സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സുവനീർ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ അധ്യക്ഷനാവും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ P ദാമോദരൻ, സബിനേഷ്, കുഞ്ഞികൃഷ്ണൻ, സതീഷ്, സുരേന്ദ്രൻ, അരുൺ P, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ഭജന സമിതി സംഘത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ശനിപൂജയും നവഗ്രഹ ശാന്തി ഹോമവും നടന്നു. കാരാട്ടുവയൽ വെങ്കിട്ടരമണ ക്ഷേത്ര പരിസരത്തായിരുന്നു പൂജ നടന്നത്. കാരാട്ടുവയൽ വെങ്കിട്ടരമണ ക്ഷേത്ര പരിസരത്തായിരുന്നു സാമൂഹിക ശനിപൂജയും നവഗ്രഹ ശാന്തിഹോമവും നടന്നത്. ശ്രീരാമ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പൂജ നടന്നത്. നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷിയാവാൻ എത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഭൂജല ബോർഡ് കേരള മേഖലാ വിഭാഗം സംഘടിപ്പിച്ച ശില്പശാല സമാപിച്ചു. കാസർകോട്ടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ ശില്പശാലയ്ക്ക് സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കിസാൻ സംഘർഷ് ജാഥയ്ക്ക് 14-ന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകും. ഏക സിവിൽ കോഡ് നീക്കത്തിനെതിരെ കാഞ്ഞങ്ങാട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി രംഗത്ത്. നവംബർ 14-ന് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. അഖിലേന്ത്യാ കേരള യാദവ സഭ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കൺവെൻഷൻ പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നീലേശ്വരം രാജാസ് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും കൈകോർത്തു. കാടുമൂടിക്കിടന്ന ഇക്ബാൽ റോഡിന് ശാപമോക്ഷം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.